വണക്കം. നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ തൊപ്പിയുടെ വിഷയമാണ്. പല ആൾക്കാർക്കും ആരാണ് തൊപ്പി, എന്താണ് ഈ MRZ ഗ്യാങ്, എന്താണ് ഉമ്മാർക്കിടയിൽ നടക്കുന്നത്, ഇതൊരു പാരലൽ വേൾഡാണ് എന്നൊക്കെയായിരിക്കും പല ആൾക്കാരും ചിന്തിക്കുന്നത്. സംഭവം ശരിയാണ്, ഇതൊരു പാരലൽ വേൾഡാണ്. പക്ഷേ ഈ പാരലൽ വേൾഡിൽ നിന്നും റിയൽ വേൾഡിലേക്ക് ഇറങ്ങി വരുന്നത് ഒരു പുതിയ തലമുറയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ തൊപ്പി എന്ന് പറയുന്നത് ഒരു ഗെയിമറാണ്, ഒരു യൂട്യൂബറാണ്, ഒരു സ്ട്രീമറാണ്. ഇത് മൂന്ന് വാക്കല്ലേ, ഇത് മൂന്നും ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബറായിട്ടുള്ള തൊപ്പി യൂട്യൂബിൽ തന്നെ സ്ട്രീം ചെയ്യും, പിന്നെ ഗെയിം കളിക്കും, അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യും. പിന്നെ ഈ ഗെയിം കളിക്കാനായിട്ട് വേറെ പല പ്ലാറ്റ്ഫോമുകളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. ഈ കിക്ക് പോലെയുള്ള, ട്വിച്ച് പോലെയുള്ള പല ആപ്പുകളും ഉണ്ട്. ഈ ആപ്പിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പോയി നമ്മൾ ഗെയിം കളിക്കും. ഗെയിം കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ ഗെയിം കളിച്ച് നമ്മൾ ഗെയിം കളിക്കുന്ന ഈ സാധനം അതിനകത്ത് സ്ട്രീം ചെയ്യും. അതിനകത്ത് സ്ട്രീം ചെയ്യുമ്പോൾ നമുക്ക് ആരാധകർ കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വ്യൂവേഴ്സ് കൂടുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ കോൺട്രാക്റ്റുകളൊക്കെ ഗെയിമിംഗ് കമ്പനികൾ കൊണ്ടുതരും. ഞങ്ങളുടെ ഗെയിം ഒന്ന് കളിക്കാമോ എന്നൊക്കെ ചോദിച്ച് കൊണ്ടുതരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏതെങ്കിലും രാജ്യത്ത് എങ്ങനെയെങ്കിലും ഉണ്ടായ ഒരു ഗെയിം, ആ ഗെയിം ഇന്ത്യയിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വ്യൂവേഴ്സ് ഉള്ള സ്ട്രീമർ ആരെന്ന് നോക്കും. ഇനിയിപ്പോൾ കേരളത്തിൽ കൊണ്ടെത്തിക്കണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വ്യൂവർ ഉള്ള സ്ട്രീമർ ആരെന്ന് നോക്കുമ്പം ഇവനാണ് ഏറ്റവും വലിയ സ്ട്രീമർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ആ സ്ട്രീമർ ആവണമെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ വ്യൂസ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? പല അടവ് നയങ്ങളും പ്രയോഗിക്കേണ്ടി വരും. അതായത് ചുമ്മാ ഇരുന്ന് ഗെയിം കളിച്ചാൽ നമ്മുടെ ഗെയിമിൻ്റെ ചാരുത കൊണ്ടും ഗെയിം കളിക്കുന്ന ആ ഒരു ഈ ഭംഗി കൊണ്ടും അതിൻ്റെ ഒരു സ്കില്ല് കൊണ്ടും ആൾക്കാർ നമ്മുടെ ഇത് വന്ന് കാണണം എന്നില്ല. അത് ആൾക്കാർ കാണണമെന്നില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പല ഗിമിക്കുകളും കാണിക്കും. തുണിയൊക്കെ ഊരി കാണിക്കേണ്ടി വരും ചിലപ്പം. അങ്ങനെയായിരിക്കും ചില ആൾക്കാരൊക്കെ ഫേമസ് ആവുന്നത്. ചിലവന്മാർ തുണി ഊരി കാണിക്കും, പിന്നെ ഷഡ്ഡി ഊരി കാണിക്കുന്നവന്മാരുണ്ട്, പിന്നെ ഇങ്ങനെ പലതും പൊക്കി കാണിക്കുന്നവന്മാരുണ്ട്, അതിനകത്ത് കിടന്ന് കാറുന്നവന്മാരുണ്ട്, കൂവുന്നവന്മാരുണ്ട്. ജീവിക്കാനുള്ള ആണല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ പലതും കാണിക്കും. ഇത് നമ്മുടെ ഐഷോ സ്പീഡ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവനാണ് ഇൻ്റർനാഷണൽ വേട്ടാവളിയൻ. അപ്പോൾ ഇവനാണ് ഇതിനൊക്കെ തുടക്കം ഇട്ടത്. ഇവനാണെങ്കിൽ ഈ ഗെയിം കളിച്ച് തുടങ്ങിയപ്പോൾ ഇവൻ ആരും കാണാനില്ല. പിന്നെ ഇവൻ പതുക്കെ ഓട്ടാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി. ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് ഇപ്പം എനിക്ക് ഒരു സർട്ടൺ വ്യൂവേഴ്സ് ഉണ്ടല്ലോ ഇതിനകത്ത്, അതായത് ഈ ചാനൽ DMW ചാനലിൽ സർട്ടൺ ഒരു സാധാരണ വ്യൂവേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് തുണിയൊക്കെ ഊരിയിട്ട് ഒരു വാർത്ത അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ അങ്ങനെ വായിക്കും, നിനക്കെന്തടാ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കും. ഇത് ഗട്ട്സും തൊലിക്കട്ടിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ കൂടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് അവർ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ സായിപ്പന്മാർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്. നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അതായത് ഈ ആന മുക്കുന്നത് കണ്ടിട്ട് ആട് മുക്കിയാൽ മൂടോടെ പറഞ്ഞു പോകും എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് സായിപ്പ് പലതും കാണിക്കും. സായിപ്പിൻ്റെ നാട്ടിൽ ചിലപ്പോൾ അതൊക്കെ ലീഗലായിരിക്കാം. എന്നിട്ട് സായിപ്പ് അവിടെ മറ്റേ സ്റ്റാൻഡപ്പ് കോമഡിയിൽ സ്ത്രീകളെ അങ്ങ് അച്ചം പുച്ച അധിക്ഷേപിക്കുന്നെന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിൽ അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർത്തവ കവാടം ഉണ്ടാക്കിയ ടീം അപ്പുറത്ത് ഇരിപ്പുണ്ട്, എടുത്ത് ഉടുത്തുകളെ അവളുമാരെല്ലാം കൂടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സായിപ്പ് കാണിക്കുന്നത് കണ്ടുകൊണ്ട് തൊപ്പി എന്ന് പറയുന്ന നിഹാദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? വലിയ രീതിയിൽ സ്ട്രീമിംഗ് തുടങ്ങി. ആ ഐഷോ സ്പീഡിനെ പോലെ തന്നെ അവനെ പോലെ മുടിയൊക്കെ ചുരുട്ടി വെച്ച് വലിയ രീതിയിൽ സ്ട്രീമൊക്കെ തുടങ്ങി അവസാനം വലിയ രീതിയിൽ എന്തായി? ഫേമസായി. എങ്ങനെയാണ് ഫേമസ് ആവുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഞാനിങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു റീലിൽ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ കുളിക്കാതെ നനയ്ക്കാതെ പോലെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നിങ്ങനെ തെറി പറയുകയാണ്. തെറി എന്ന് പറഞ്ഞാൽ പച്ചത്തെറി ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ട് പച്ചത്തെറി വിളിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ മനസ്സല്ലേ, എൻ്റെതും ഒരു മനുഷ്യ മനസ്സാണല്ലോ, എന്താണ് ഇവൻ തെറി വിളിക്കുന്നതെന്ന് കേൾക്കാൻ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ കേട്ടു. പിന്നെ ഇവൻ തെറി വിളിക്കുകയാണ്. അങ്ങനെ തെറി ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഈ അപ്പുറത്തെ സായിപ്പന്മാർ ഈ ബാറ്റിൽ ഗ്രൗണ്ടൊക്കെ ആണല്ലോ പലരും കളിക്കുന്നത്, അതായത് ഈ PUBG പോലുള്ള ഗെയിം. അപ്പം നമുക്ക് കിട്ടുന്ന പ്രതിയോഗി എന്ന് പറയുന്നത് ചിലപ്പോൾ ഹിന്ദിക്കാരനൊക്കെ ആയിരിക്കും. അവനാണെങ്കിൽ നമ്മളെ മലയാളം തെറി കേട്ടാൽ മനസ്സിലാവത്തില്ല. അവൻ അവിടെ നിന്ന് ഹിന്ദിക്ക് പച്ചയ്ക്ക് തള്ളക്കി വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് നമുക്ക് മനസ്സിലാവത്തില്ല. ഈ ഭാഷകൾ തമ്മിൽ മനസ്സിലാകുന്ന ഒരു വിഷയം ഉണ്ടായാൽ മാത്രമല്ലേ ആ ഇമോഷൻ കണക്റ്റ് ആവും. അതായത് ഒരുത്തന് എനിക്ക് മനസ്സിലാവാത്ത മാൾട്ടീസ് ഭാഷയിൽ വന്ന് എൻ്റെ തന്തയ്ക്കും തള്ളക്കി വിളിക്കുകയാണ്. എനിക്കൊരു വികാരവും തോന്നുന്നില്ല, കാരണം എനിക്കറിയില്ല, എനിക്ക് ആ ഭാഷ അറിയില്ല. ഞാൻ തിരിച്ച് അവനെ എന്ത് ചെയ്യുകയാണ്? മലയാളത്തിൽ തെറി വിളിക്കുകയാണ്. അവനും അറിയില്ല. അപ്പോൾ ഈ ഭാഷ കണക്റ്റായാൽ മാത്രമേ അവിടെ ഇമോഷൻ വർക്കാവൂ. അതുകൊണ്ട് അങ്ങനെ തെറി എങ്ങനെ തുടരുകയാണ്. അങ്ങനെ ഇവൻ തൊപ്പി വളർന്നു. അങ്ങനെ ഇടയ്ക്ക് പിന്നെ പോലീസ് പിടിച്ചു അവനെ. ഇടയ്ക്ക് ഇവൻ്റെ വീടൊക്കെ കുത്തി പൊളിച്ച് പോലീസ് അകത്ത് കയറി പോലീസ് ഇവനെ പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുവരെ വലിയ തെറിവിളിയും കാര്യങ്ങളും ഈ മുണ്ടൊക്കെ പൊക്കി കാണിക്കുമായിരുന്നു ഈ ലൈവ് സ്ട്രീമിൽ. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരുന്ന തൊപ്പി അങ്ങനെ എന്ത് ചെയ്തു?
പോലീസ് പിടിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഒരു പുതിയ മനുഷ്യനായി പുറത്തിറങ്ങുകയാണ്. അതിനുശേഷം തൊപ്പി എന്താണ്? തൊപ്പി ഈ വക കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതായത് ലൈവിൽ തെറി വിളിക്കില്ല, ലൈവിൽ മറ്റ് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ പറയില്ല, അങ്ങനെ പല പല കാര്യങ്ങളൊന്നും തൊപ്പി പറയില്ല. ഡ്രഗിനെ ഗ്ലോറിഫൈ ചെയ്യില്ല, അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. തൊപ്പി ഒരു ഗ്യാങ് ഉണ്ടാക്കി, MRZ എന്നാണ് ആ ഗ്യാങ്ങിൻ്റെ പേര്. ആ ഗ്യാങ്ങിനകത്ത് യവനെക്കാട്ടിലും തരം താഴ്ന്ന കുറേ വേട്ടാവളിയന്മാർ യവൻ ഇറക്കുമതി ചെയ്തു. ഈ അലൻ ജോസ് പെരേരയൊക്കെ അതിനകത്ത് പോയി നിന്നിട്ട് ഇടയ്ക്ക് വെച്ച് തൊപ്പി അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ MRZ എന്ന് പറയുന്ന ഗ്യാങ് അടിച്ച് പിരിഞ്ഞു. ഈ MRZൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഇവന്മാർ രാത്രി ആകുമ്പോഴേക്കും എന്താണ് ലൈവിൽ വരും, യൂട്യൂബിൽ ലൈവിൽ വന്നിട്ട് കോമാളിത്തരങ്ങൾ, പിന്നെ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകന്മാർ കാണിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എനിക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ ഈ സാമൂഹ്യ വിരുദ്ധന്മാർ കാണിക്കൂലേ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഈ പടങ്ങളൊക്കെ ഓടുന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, ബാല തിയേറ്റർ എന്ന് പറയും. അതിപ്പോൾ 24 ന്യൂസിൻ്റെ ഈ ബ്യൂറോയാണ്, അതിപ്പം അങ്ങനെ ആക്കി മാറ്റി. അത് പണ്ട്, ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് സെൻട്രൽ തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട്. രാത്രി ആ വഴി പോകാൻ പറ്റൂല, മുണ്ട് നോക്കി കാണിക്കുന്നവന്മാർ, ഈ എക്സിബിഷൻസ് നടത്തുന്നവന്മാർ, കള്ളു കുടിച്ച് റോഡിൽ കിടക്കുന്നവന്മാർ, അങ്ങനെ ആ ഏരിയയിൽ സ്ത്രീകൾക്കെന്നല്ല പുരുഷന്മാർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ സമാനമായിട്ടുള്ള ആ തിയേറ്റർ പറിച്ചെടുത്ത് യൂട്യൂബിനകത്ത് വെച്ചാൽ എങ്ങനെ പോലെ ഇരിക്കും, അതുപോലെയാണ് യവന്മാരുടെ ആ ഗ്യാങ് എന്ന് പറയുന്നത്. അത് പറിച്ചെടുത്ത് അതിനകത്ത് ആ ഏരിയയിലൂടെ പോകാൻ പറ്റൂല എന്നുള്ളതാണ്. അതായത് അങ്ങനെ വച്ചിട്ട് യവന്മാർ അതിനകത്ത് കിടന്ന് ആടുന്നു, പാടുന്നു, സ്ത്രീ വിരുദ്ധത പറയുന്നു. പിന്നെ യവന്മാർ റൂമിനകത്ത് ഇരിക്കാതെ നേരെ റോഡിലോട്ട് ഇറങ്ങിയിട്ട് വിദേശത്തൊക്കെ പോകുമല്ലോ, വിദേശത്ത് പോയിട്ട് അവിടെയുള്ള സ്ത്രീകളെയൊക്കെ യവന്മാർ കയറി പിടിക്കുകയാണ്. ഇവ മദാമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി പിടിക്കാം, ആ ഒരു സ്വാതന്ത്ര്യം. അതായത് നമുക്കറിയാമല്ലോ, ഈ സായിപ്പും മദാമ്മയൊക്കെ സിവിക് സെൻസ് അങ്ങേയറ്റം കൂടുതലുള്ള ആൾക്കാരാണ്. അവർ നമ്മളെ കണ്ടാൽ തന്നെ അവർ ഷേക്ക് ആൻഡ് നമസ്തേ ഒന്നും അല്ല തരുന്നത്, അവരുടെ കവിള് നമ്മളെ കവിളോട് ചേർത്ത് ഒരു ഉമ്മ തരും. അങ്ങനെയാണ് അവർ തുടങ്ങുന്നത് തന്നെ. യവന്മാരാണെങ്കിൽ ഈ മറ്റേ ഗ്രഹണി പിടിച്ച പിള്ളേരെ മുമ്പിൽ ചക്കക്കൂട്ടാൻ വെച്ച പോലെ മദാമ്മയെ കയറി അങ്ങ് പിടിക്കുന്നു, മദാമ്മ കുതറി ഓടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യവന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇവന്മാരുടെ വ്യൂവേഴ്സ് എന്നൊക്കെ പറയുന്നത് ചില സമയത്ത് തൊപ്പിക്ക് 100K ഒക്കെയാണ് വ്യൂ വരുന്നത്, എന്ന് പറഞ്ഞാൽ ലൈവ് വ്യൂസ് വരുന്നത്. എല്ലാം കൊച്ചുകുട്ടികളാണ്. ഈ കൊച്ചുകുട്ടികളാണ് ഇതൊക്കെ കാണുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അങ്ങനെ ഇവന്മാരെ ഗ്യാങ് ഭയങ്കരമായിട്ട് വളരുന്നു. ഈ യൂട്യൂബിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുത്തൻ വളരുന്നത് വേറൊരുത്തനെ കണ്ണുകടിയാണ്. അതായത് ഇവൻ വളർന്നു കഴിഞ്ഞാൽ അയ്യോ അവൻ വളരുന്നേ എന്ന് പറഞ്ഞ് വേറൊരുത്തന് വയറ്റരിച്ചിൽ വരും. അങ്ങനെ വയറ്റരിച്ചിൽ വരുമ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, ഇവൻ്റെ ഗ്യാങ്ങിനെക്കാട്ടിലും കിടിലൻ ഗ്യാങ് ഉണ്ടാക്കാനായിട്ട് അവൻ ഇറങ്ങിത്തിരിക്കും. അങ്ങനെ ഇറങ്ങിത്തിരിച്ച് ഈ ഇടയ്ക്ക് തേഞ്ഞി വാരി പോയി ഒരുത്തുന്നുണ്ട്, കലാപശ്രമത്തിന് അവൻ്റെ പേര് കേസെടുത്ത അവസാനം. അതായത് അവൻ്റെ വണ്ടി ആര് ആക്രമിച്ച്, നിങ്ങൾക്കറിയാം, ഒരു വേട്ടാവളിയൻ ആ വണ്ടി ആര് ആക്രമിച്ചെന്ന് പറഞ്ഞ് തൊപ്പിയുടെ ഗ്യാങ്ങിനെ പൊളിക്കാനായിട്ട് ഒരു ഗ്യാങ്ങും കൊണ്ടുവന്നതാണ്. അവസാനം അവൻ പൊളിഞ്ഞ് പണ്ടാരം അടങ്ങി പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അഖിൽ മാരാർക്കെതിരെയൊക്കെയാണ് അവൻ രംഗത്തെത്തിയത്. അപ്പോൾ അങ്ങനെ യുവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടുകൂടാ. പിന്നെ യുവന്മാരെ അടി നോക്കിയിരിക്കുന്ന വേറെ കുറേ എണ്ണം ഉണ്ട്, അരി മേടിക്കാൻ കാശിന് വേണ്ടിയിട്ട്. അതായത് യവന്മാരടി കൂടുന്നുണ്ടോ, രേണുസുതി എവിടെയെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുന്ന കുറേ എണ്ണമുണ്ട്. ഒരു തൊപ്പി, ഒരു രേണുസുതി, ഒരു ജാസി, അങ്ങനെ പോണ പോക്കില ബഹളം തന്നെ യവന്മാരെ ഈ പാരലൽ വേൾഡ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഞാനിത് എടുക്കാനുള്ള കാരണം, യവന്മാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, യവന്മാരുടെ ഈ MRZ എന്ന് പറയുന്ന ഗ്യാങ് അടിച്ച് പിരിഞ്ച് ഈ ഗ്യാങ് അടിച്ച് പിരിഞ്ഞ ശേഷം പിന്നെ യവന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാൻ തുടങ്ങി. ചെളിവാരി എറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ തൊപ്പി പണക്കാരനായി കേട്ടോ. തൊപ്പി വലിയ മറ്റേ കാറൊക്കെ എടുത്തു, തൊപ്പി വലിയ വീട്ടിലോട്ട് മാറി. അങ്ങനെ തൊപ്പി ഭയങ്കര സെറ്റപ്പായി. കാരണം തൊപ്പി ഏറ്റവും കൂടുതൽ വ്യൂ വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാശും അതിനനുസരിച്ചുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ വന്ന് തൊപ്പി വലിയ സെറ്റപ്പായി. പക്ഷേ തൊപ്പി സെറ്റപ്പായെങ്കിലും തൊപ്പിയുടെ കൂടെ യവന്മാരല്ല ഇപ്പോഴും അപ്പി പിള്ളേരായിട്ട് തന്നെയാണ് യവന്മാർ ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ അപ്പിപ്പിള്ളാരായിട്ട് തൊപ്പിയുടെ കൂടെ നിന്ന് തൊപ്പിയുടെ മറ്റേ ഷഡ്ഡിയൊക്കെ അലക്കി. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ശാന്തിവിള ദിനേശ് പറയൂലേ, നരേന്ദ്രമോദിയുടെ വാരണാസിയിൽ ചായ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ മോദിയെ കാണുമ്പോൾ മോദി എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. മോദി വേറെ ലെവലായിപ്പോയി എന്ന് പറയുന്നത് പോലെയാണ്. തൊപ്പി വേറെ ലെവലായി, യവന്മാർ ആ ലെവലായില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ യവന്മാർ ആ ഒരു തൊപ്പിക്ക് വരുന്ന പൈസയൊക്കെ കണ്ണ് കടിച്ച് യവന്മാർ അടിച്ച് പിരിഞ്ഞ ശേഷം യവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയാൻ തുടങ്ങി. അതായത് തൊപ്പിക്കെതിരെ ആദ്യം ഇപ്പുറത്ത് നിൽക്കുന്നവന്മാർ ആരോപണം ചെയ്തു. ഷമീറും മമ്മുവും ജാസി എന്ന് പറഞ്ഞാൽ 3 ടീമുണ്ട്. ആ ഒരുത്ത ആരോപണം ഉന്നയിച്ചു. ആരോപണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
തൊപ്പിയിലെ ഷഡ്ഡി കഴുകിയിടാൻ പറയുന്നു, തൊപ്പിയിലെ കാമുകി പറയുന്നു അവരെ ഷഡ്ഡി കഴുകിയിടാൻ. നമ്മളെ അടിമകളെ പോലെയാണ് ട്രീറ്റ് ചെയ്തത്, എൻ്റെ വീട് പണിത് തന്നില്ല, എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പൈസ ചോദിച്ചിട്ട് തന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, യവൻ വെറും നാറിയാണ്, ചറ്റയാണ്, അലവലാതിയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് എറിയുന്നു. എന്തായാലും പീക്ക് എൻ്റർടൈൻമെൻ്റ് ആണ്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഈ രണ്ട് സാധനത്തിനെ അപഗ്രഥിച്ച് ഡെയിലി വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ബിഗ് ബോസ് ഒക്കെ വരുമ്പോൾ സീസൺ ആണല്ലോ, അതുപോലെ ഡെയിലി ഷമീർ എന്തെങ്കിലും പറയുന്നുണ്ടോ, മമ്മു എന്തെങ്കിലും പറയുന്നുണ്ടോ, ജാസി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്ന കുറേ എണ്ണം ഉണ്ട്. എന്തായാലും അത് അവരുടെ തൊഴിൽ. അപ്പോൾ എന്ത് തന്നെയായാലും ഇങ്ങനെ സംഭവമാണ്, ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ ഷമീറും ജാസിയും മമ്മുവും തൊപ്പിക്കെതിരെ പറഞ്ഞ് രംഗത്തെത്തിയപ്പോൾ തൊപ്പി ഒരു ലൈവ് അങ്ങോട്ട് ഇട്ടു. ആ ലൈവിനകത്ത് ഏറ്റവും കൂടുതൽ വിഷയമായത് ഈ ഷമീറും ഈ മമ്മുവും എന്ന് പറയുന്ന ഈ ഇവർ രണ്ടുപേരും തമ്മിൽ ഈ സ്വർഗാനുരാഗികളെ പോലെ അല്ലെങ്കിൽ ഒരു സ്വയംഭോഗമൊക്കെ ചെയ്യുന്ന രീതിയിൽ, മാസ്റ്റർബേറ്റൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള വിഷ്വൽസ്, പച്ചയ്ക്ക് പറഞ്ഞാൽ തുണിയില്ലാത്ത കുറേ പടങ്ങൾ യവന്മാർ ആ വീട്ടിനകത്ത് കിടന്ന് അഴിഞ്ഞാടുകയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ യവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അഴിഞ്ഞാടുകയാണ്. ഇത് നീ പോയി ആത്മഹത്യടാ, ഇതൊക്കെ ഞാൻ പുറത്ത് വിടുമെന്ന് പറഞ്ഞ് തൊപ്പി അതിർത്ത് പുറത്ത് വിടുന്നു. അങ്ങനെ പിന്നെ ഇപ്പുറത്തെ യവന്മാർ വീണ്ടും വന്നിട്ട് തൊപ്പിയുടെ കുറേ കുൽസിതമായി, യവൻ ഷഡ്ഡി ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു, യവൻ വീട്ടിനകത്ത് കഞ്ചാവ് കയറ്റുന്നു, യവനാണ് ഞങ്ങൾക്ക് ഡ്രഗ്സ് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും യവന്മാർ വീണ്ടും ഇറങ്ങി. ഡ്രഗ്സ് തരുന്നത് ഞാൻ അങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നതല്ല, മാസ്റ്റർബേറ്റ് ചെയ്യുന്നതല്ല, അത് AI വിഷ്വലാണ്, നിങ്ങളാ കൈ ശ്രദ്ധിച്ച് നോക്ക് എന്നൊക്കെയാണ് യവൻ അതിനകത്തെന്ന് പറയുന്നത്. അത് AI വിഷ്വലാണ്, തൊപ്പിയാണ് ഞങ്ങൾക്ക് ഡ്രഗ്സ് തരുന്നത്, അവൻ ഈ മൈനർ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈ പാവപ്പെട്ട വീട്ടിലാണോ എന്ന് അന്വേഷിക്കൂ, എങ്കിൽ നമുക്ക് പിടിച്ചിട്ട് മറ്റേ പരിപാടിക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യവന്മാർ വേറെ കുറേ വിഷ്വൽസ് വിത്ത് തൊപ്പിയുടെ വോയിസ് ഒക്കെ ഇങ്ങനെ ഇറക്കി വിടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നു. കുറേ പേര് തൊപ്പിയുടെ കൂടെ, കുറേ പേര് മമ്മൂൻ്റെയും ഷമീറിൻ്റെയും കൂടെ, കുറേ പേര് ഇതിനെ അപഗ്രഥിക്കുന്നവന്മാരുടെ കൂടെ. എൻ്റെ ഒരു ടേക്ക് ഉണ്ട്, അതായത് യവന്മാരെ ഒന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. അതാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. യവനെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ കണ്ട ആടിച്ചു ഓടിച്ചോണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരെണ്ണത്തിനെ പോലും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരാണ്. അങ്ങനത്തെ ടീമാണ് അവന്മാരല്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ നടക്കുകയാണല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ DGP റവാഡ ചന്ദ്രശേഖർ, അദ്ദേഹം സത്യം പറഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാൻ, നമ്മുടെ രമേശ് ചെന്നിത്തല സാറുണ്ടല്ലോ, തൂഫാൻ നടത്തുകയാണ്, അവിടെ തൂക്കി, ഇവിടെ തൂക്കി, മറ്റിടത്ത് തൂക്കി, മറിച്ചിടത്ത് തൂക്കി എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഡെയിലി വന്ന് വാർത്താ സമ്മേളനമുണ്ട് രമേശ് ചെന്നിത്തല സാർ അവിടെ തൂക്കി, ഇവിടെ തൂക്കി, മറ്റിടത്ത് തൂക്കി, ഇന്ന് അത്ര പേരെ പിടിച്ചു, ഇത്ര പേരെ പിടിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ ഈ ഹോർമൂസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ എണ്ണ കൊണ്ടുപോകില്ലേ യവന്മാരെ രണ്ടുപേരെ മൂക്കിൻ്റെ തുമ്പത്തൂടെ, അതുപോലെ തൊപ്പി യവന്മാരെ ഫ്രണ്ടിൽ കൂടെ കഞ്ചാവിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവന്മാർ കാണുന്നില്ല. ഒരു പരാതി വരണം, പരാതി വന്നാൽ മാത്രം നമുക്ക് അന്വേഷിക്കാം. അവസാനം ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ആ അഡ്വക്കേറ്റിൻ്റെ കാര്യം ഇതിലും വലിയ രസകരമാണ്. അതായത് എന്തെങ്കിലും ഒരു കേസ് വന്ന് ആരെങ്കിലും എന്നെ പിടിച്ച് അകത്തിട്ട് എങ്ങനെയെങ്കിലും ഫേമസ് ആയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന അഡ്വക്കേറ്റ് കൊണ്ടുവന്ന അവസാനം പരാതി കൊടുത്ത് ഇപ്പോൾ അവനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. റവാഡ ചന്ദ്രശേഖരാണ് അന്വേഷിക്കുന്നത്. ഇപ്പോഴും പറയുന്നത് അന്വേഷിച്ച് തെളിയട്ടെ എങ്കിൽ കേസെടുക്കാം എന്നാണ് പറയുന്നത്. വിത്ത് വിഷ്വൽ കഞ്ചാവൊക്കെ വീട്ടിനകത്തിരുന്ന് പിടിക്കുന്നതും വലിക്കുന്നതും സൂചി എടുക്കുന്നതും കുത്തി കയറ്റുന്നതും എല്ലാം ഉണ്ട്. പക്ഷേ പറ്റില്ല, ഞങ്ങൾക്ക് തെളിവ് പോരാ, നമുക്കിതൊന്നും പോരാ, നമുക്ക് ഇത് അന്വേഷിച്ച് നമ്മൾ കൺവിൻസ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാരൊക്കെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഏതെങ്കിലും മാതാപിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കുക. കാരണം യവന്മാർ ഇളം മുള എന്ന് പറയുന്ന സാധനമാണ്, ഞാൻ വളയ്ക്കാൻ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ പിള്ളേരെയും വളയ്ക്കാൻ എളുപ്പമാണ്. അവരെ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് പഴയ കാലത്തിലേക്ക്, അതായത് ഒരു ഫുട്ബോളോ ക്രിക്കറ്റ് ബാറ്റോ ഒരു ഗിറ്റാറോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് റോഡിലോട്ടൊക്കെ അങ്ങ് ഇറക്കി വിടുക, മക്കളെ നീയൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വാടാന്നൊക്കെ പറയുക. സത്യം പറഞ്ഞാൽ അത് ദോഷം ചെയ്യൂല. ഇതാണ് ഏറ്റവും വലിയ. വീട്ടിനകത്ത് മൊബൈലും കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിള്ളേർ നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകും. കാരണം കാണുന്ന ഐറ്റംസൊക്കെ ഇതുപോലുള്ള ടീമുകളാണ്. ഇപ്പോൾ 10ഉം 12ഉം വേണ്ട 8, 7 വയസ്സുള്ള കുട്ടിക്ക് വരെ നാട്ടിലെ ഏറ്റവും വലിയ ലൊട്ട തെറി എറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവൻ്റെയൊക്കെ വായിന്ന് പറഞ്ഞ തെറിയൊക്കെ കേൾക്കണം. അമ്മാതിരി രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ ഇവനെയൊക്കെയാണ് ഇപ്പോൾ റോൾ മോഡലാക്കി എടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇത് കാണുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ എനിക്കൊന്ന് പറയാനുള്ളത്, ഇവനെയൊന്നും അനുകരിക്കാൻ സമ്മതിക്കരുത്. അനുകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു മടങ്ങി വരവ് ഉണ്ടാകില്ല. ഇതൊരു ലൂപ്പാണ്, ഇതൊരു പാരലൽ വേൾഡാണ്, ഇത് റിയൽ വേൾഡ് അല്ല. അതുകൊണ്ട് നല്ല പൗരന്മാരായിട്ട് കുട്ടികളെ വാർത്തെടുക്കുക. അതിന് ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരുടെ പിടിയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട എങ്ങനെയെന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് നമ്മുടെ വളർച്ചയ്ക്ക് കൂടെ ആയിരിക്കണം. അതായത് നമുക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ പാടാനോ ആടാനോ വരയ്ക്കാനോ അല്ലെങ്കിൽ അവന് പഠിക്കുന്നതോ ആ പരമായിട്ട് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ അവൻ്റെ സ്കില്ല് പ്രദർശിപ്പിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കട്ടെ. അല്ലാതെ കണ്ടവന്മാരുടെ ഈ ഛർദിൽ വാരി തിന്നുന്നത് എന്തിനാണ് നമ്മുടെ പിള്ളേർ? ഇവൻ ഛർദ്ദിച്ച് വെച്ച കണ്ടൻറ്റ് എടുത്തിട്ട് അത് വാരി തിന്ന് ജീവിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കുട്ടിക്ക് അങ്ങനെ, ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ നല്ല സ്കില്ലുണ്ട്, അവൻ നല്ലപോലെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്, അതായത് അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കട്ടെ.
അതിലൂടെ അവനും പഠിക്കും, അവൻ്റെ അത്ര പോലും നോളജ് ഇല്ലാത്ത നൂറായിരം ആൾക്കാർ ഇവിടെ ഉണ്ട്, അവരും പഠിക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ തൊപ്പിയുടെ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. നമ്മുടെ രമേശ് ചെന്നിത്തല ഇപ്പോഴും അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശരി.